പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലസ്ഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വർക്ക് ബി. ഞാൻ ആഷിഖ് ജോയ്. ഇന്ന് മുതൽ നമ്മളൊരു പരമ്പര പോലെ, എത്ര ദിവസം ഉണ്ടാവുമെന്ന് അറിയത്തില്ല, പറ്റുന്നതുപോലെ റോമിൽ വിശുദ്ധ ഫ്രാൻസിസ് കണ്ട നരകദർശനം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു നരകദർശനം ഞാൻ വായിച്ചിട്ടില്ല. ഇത് ഇംഗ്ലീഷിലാണുള്ളത്. അതിൻ്റെ മലയാളത്തിലുള്ള പുസ്തകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരു 1-2 ആഴ്ച കൊണ്ട് അത് റെഡിയാകുമെന്ന് വിശ്വസിക്കുന്നു. ഗർഭന്തൽ സന്ദേശങ്ങളുടെ പുസ്തകം ആഗ്രഹമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ആ പുസ്തകം ലഭിക്കും. അപ്പം ഈ നരകദർശനം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാവും. ശുദ്ധീകരണ സ്ഥലത്തെപ്പറ്റി നമ്മൾ ഡോഗ്മ ഓഫ് പർഗട്ടറി നമ്മൾ വായിച്ചതിനേക്കാളും അതിഭീകരമാണ്, കാരണം ഇത് നരകമാണ്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കാൻ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്, എൻ്റെ ലക്ഷ്യം ഒറ്റൊന്നേ ഉള്ളൂ, നമ്മൾ നിത്യതയെപ്പറ്റി നമ്മൾ ചിന്തിക്കാൻ, നമ്മളാരും പേടിപ്പെടുത്താനല്ല. നമ്മൾ പേടിച്ചാൽ ഇല്ലെങ്കിൽ ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇങ്ങനെയാണ്, നമ്മൾ പറയുന്ന ദൈവം കരുണാമയനാണ്, ദൈവം സ്നേഹനിധിയാണ്, തൻ്റെ സ്വന്തം പുത്രനെ പോലും തന്നു, യേശു പാടുപീഡ സഹിച്ച് മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി നമുക്ക് മനസ്സിലാവുന്നത് എപ്പോഴാണ്? ഈശോ കരുണയുള്ളവനാണ് എന്ന് പറയുമ്പോൾ എന്തർത്ഥത്തിലാണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ എവിടെ പോകാതിരിക്കാനാണ് ഈശോ നമ്മളെ രക്ഷിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുന്നത്. അതായത് നമ്മൾക്ക് ഒരാളൊരു ഗിഫ്റ്റ് കൊണ്ടുതരുന്നു. ഈ ഗിഫ്റ്റ് കൊണ്ടുതരുമ്പോൾ നമ്മൾ അറിയുന്നില്ല ഇയാൾ എന്തുമാത്രം പീഡ സഹിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും ഈ ഗിഫ്റ്റ് തരാൻ. അപ്പം നമ്മൾ അറിയുകയാണ് ഈ മനുഷ്യൻ എത്രയോ ദിവസങ്ങൾ പട്ടിണി കിടന്ന് ഭക്ഷണം കഴിക്കാതെ ആ കാശ് സേവ് ചെയ്ത് വെച്ച് എത്രയോ കിലോമീറ്റർ ദൂരം പോയി വാങ്ങിച്ച് കൊണ്ടുവന്ന ഗിഫ്റ്റാണെന്ന് അറിയുമ്പോഴാണ് ഗിഫ്റ്റിന് വില വരുന്നത്. അല്ലാതെ ഒരു ഗിഫ്റ്റ് തരുന്നതെന്ന് പറയുമ്പോൾ ഓക്കെ എല്ലാവരും തരുന്ന പോലെ ഒരു ഗിഫ്റ്റ് എന്നേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. അതുപോലെ നമ്മൾ യേശുവിൽ വിശ്വസിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് നഷ്ടപ്പെടുമായിരുന്ന സ്വർഗ സൗഭാഗ്യവും നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി ലഭിക്കുമായിരുന്ന നിത്യ നരകത്തിലെ കാര്യങ്ങൾ അറിയുമ്പോഴേ കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് എന്തു വലിയ കാര്യം ചെയ്തു എന്നും ഈ ദൈവകരുണ എന്ന് പറയുന്നതിന് ആഴം നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മളിത് വളരെ നിസ്സാരമായിട്ട് നമ്മൾ കാണത്തുള്ളൂ. അപ്പോഴാണ് കുമ്പസാരത്തിൻ്റെ വില, പരിശുദ്ധ കുർബാനയുടെ വിലയൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. അപ്പോൾ ഇത് വായിക്കുമ്പോഴാണ് ദൈവം ഇവിടെ ഞാൻ പോകാതിരിക്കാനാണല്ലോ നീ ഇത്രമാത്രം പാടുപീഡ സഹിച്ചതും, ഈ അവസാന തുള്ളി രക്തം പോലും, അതായത് നമ്മൾ ഡ്രസ്സൊക്കെ അലക്കി കഴിഞ്ഞ് തുണി പിഴിഞ്ഞ് കഴിഞ്ഞ് അവസാനം ഒരു വെള്ളം പോലും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മളത് ആറിയിടുന്നത്. അങ്ങനെ അവസാനത്തെ ബ്ലഡ് പോയി പിന്നെ ബ്ലഡിൽ പിന്നെ വരുന്ന വെള്ളമാണ് ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് കുന്തം കൊണ്ട് കുത്തിയപ്പെടുക. അത്ര പോലും അവസാന രക്തം തന്ന് ഇത്രമാത്രം ഈശോ ഇത്രയും പാടുപീഡ സഹിച്ചതിൻ്റെ കാരണം നമ്മൾക്ക് ഇങ്ങനെയുള്ള ദർശനങ്ങൾ വായിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ആദ്യമേ ഞാൻ പറയട്ടെ, നരകം അല്ലെങ്കിൽ നിത്യത എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ അപ്പസ്തോലന്മാരൊന്നും ഒരിക്കലും ആ ഒരു ധൈര്യം കാണിച്ചിട്ടില്ല നിത്യത എങ്ങനെയുള്ളതാണ് എന്ന് വാക്കുകൾ കൊണ്ട് എഴുതാൻ. അവർ ഉപമകൾ കൊണ്ട് വർണ്ണിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഈശോ പോലും ഉപമകൾ കൊണ്ടാണ് സ്വർഗരാജ്യത്തെ വർണ്ണിച്ചിട്ടുള്ളത്. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ നരകത്തെ പറ്റിയും നിത്യജീവനെ പറ്റിയൊക്കെ ആളുകൾ മറന്നു പോകുന്ന കാലഘട്ടത്തിൽ ഇതൊക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ദൈവം തന്നെ നേരിട്ട് നരകം കാണിച്ചു കൊടുക്കുന്നു. വളരെ കുഞ്ഞു പ്രായമുള്ള ആട്ടിടയന്മാർക്കാണ് 1917 പോർച്ചുഗലിലെ ഫാത്തിമയിൽ ആ കുഞ്ഞു പിള്ളേർക്ക് മാതാവ് നിത്യനരകം കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഈ നരകത്തെപ്പറ്റിയൊക്കെ മറന്നു പോകുന്ന കാലഘട്ടങ്ങളിൽ ഇത് അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടങ്ങളിലാണ് ഈ വിശുദ്ധക്ക് നരകദർശനം കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുക, കാനഡ രാജ്യം വളരെ വലുതാണ്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ നോർത്ത് ഭാഗത്ത് ജീവിക്കുന്ന ആൾക്കാർ കാണുന്ന കാഴ്ചകളായിരിക്കത്തില്ല സൗത്ത് ഭാഗത്ത് ജീവിക്കുന്ന ആൾക്കാർ കാണുക. ഓക്കെ, അതുപോലെയാണ് ഈ നരകദർശനങ്ങൾ വിശുദ്ധർക്ക് ലഭിക്കുന്നത് പലതും വ്യത്യാസപ്പെട്ടിരിക്കും. കാരണം ഇത് വാസ്റ്റ് ഏരിയ ആണ്. അപ്പം ദൈവം എന്താണോ മനുഷ്യനോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ ഭാഗം മാത്രമായിരിക്കും അവരെ കാണിക്കുക. അപ്പോൾ ഈ വിശുദ്ധയുടെ ഒരു ദർശനത്തിൻ്റെ പ്രത്യേകത, ഓരോ പെർട്ടിക്കുലർ പാവങ്ങൾ ചെയ്ത ആളുകൾക്കുള്ള ശിക്ഷകൾ വളരെ വ്യക്തമായിട്ട് വിശുദ്ധ കണ്ടതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിരുന്നാലും ഈ വിശുദ്ധ കാണുന്നതെല്ലാം നരകത്തിൻ്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. പൂർണ്ണമായിട്ട് കണ്ടാൽ മരിച്ചു പോകും. അപ്പോൾ എന്നാൽ എല്ലാ പാപം ചെയ്ത ആൾക്കാരെ പറ്റിയും പറയുന്നില്ല. നമുക്ക് അത്യാവശ്യം അറിയേണ്ട മാരകപാപങ്ങളുടെ ആ പാപങ്ങൾ ചെയ്ത ആൾക്കാർ അനുഭവിക്കുന്ന നരകത്തിലെ പീഡനങ്ങൾ, ഇതാണ് ദൈവം ഈ വിശുദ്ധയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്.
അപ്പോൾ വിശുദ്ധയെ പറ്റിയിട്ട് ഇൻട്രൊഡക്ഷൻ തന്നെ പറയാൻ നമുക്ക് ഒരു 3-4 എപ്പിസോഡുകൾ വേണ്ടി വരും. സോ അതുകൊണ്ട് ഞാൻ വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയാം. ബാക്കി നിങ്ങൾ പുസ്തകം ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾ വിശദമായിട്ട് വായിച്ചോളൂ. ഈ വിശുദ്ധയുടെ ഇൻട്രൊഡക്ഷൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇത് കെട്ടുകഥയാണെന്നേ നമ്മൾ പറയത്തുള്ളൂ. അതായത് ഇത് 1400-കളിൽ എഴുതപ്പെട്ട പുസ്തകമാണ്. നമ്മൾ 2026 ഇരുന്ന് വായിക്കുമ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇതുപോലുള്ള ഏകദേശം ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ള മറിയം ത്രേസ്യ പോലുള്ള വിശുദ്ധരൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ വായിച്ചിട്ടുള്ളതിലും വിശുദ്ധ ക്രിസ്റ്റീന ദി അസ്റ്റോണിഷിങ് എന്ന് പറഞ്ഞ വിശുദ്ധയുടെ ജീവചരിത്രം കഴിഞ്ഞിട്ട് ഇത്രമാത്രം പീഡ സഹിച്ചൊരു വിശുദ്ധയെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പം വിശുദ്ധ ഫ്രാൻസിസ് ഓഫ് റോമിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ 1384 റോമിലെ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ചു. വളരെ ചെറുപ്രായത്തിൽ 1396 വളരെ സമ്പന്നനായ ലോറൻസ് പോൺസിയേനെ എന്ന യുവാവിനെ വിവാഹം കഴിച്ചു. പിന്നീട് 1425 വിശുദ്ധ ഫ്രാൻസിസ് എന്നാണ് പേര്. ഈ വിശുദ്ധ എന്ത് ചെയ്തു? വിധവകളായ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ഒരു സന്യാസ സഭ സ്ഥാപിച്ചു. അവർക്ക് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ഭരണഘടനയിലുള്ള ചട്ടങ്ങളും നിയമങ്ങളൊക്കെ നൽകി. ഇത് യൂജീൻ 4-ാമൻ മാർപ്പാപ്പ ഇത് അംഗീകരിച്ചു. പിന്നീട് 1436 52 വയസ്സുള്ള ഫ്രാൻസിസ് വിധവയായി. അങ്ങനെ ഇവർ സ്ഥാപിച്ച ഈ മഠത്തിലോട്ട് ഇവർ പോയി. അങ്ങനെ 1440 56-ാമത്തെ വയസ്സിൽ റോമിലെ വിശുദ്ധ ഫ്രാൻസിസ് നിത്യസമ്മാനത്തിനായിട്ട് വിളിക്കപ്പെട്ടു. അപ്പോൾ ഈ കാലയളവിൽ ഇവർ വിവാഹിതയാണ്, ഇവർക്ക് മക്കളുണ്ട്. അപ്പോൾ ഇവർ വിവാഹം കഴിഞ്ഞിട്ടുള്ള സമയത്ത് തന്നെ ഇവർക്ക് ഈ പൈശാചികമായ പീഡകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവരിത് പുറം ലോകത്ത് ആരോടും ഇത് പറഞ്ഞില്ല എന്നുള്ളത്. സ്വന്തം ഭർത്താവിനോട് പോലും പറഞ്ഞില്ല താൻ ഏൽക്കുന്ന പൈശാചിക പീഡകൾ. ഇവരാകെ ഇത് പറഞ്ഞത് തൻ്റെ കുമ്പസാരണക്കാരനായിട്ടുള്ള വൈദികൻ്റെ അടുക്കലാണ്. ഇത് തന്നെയാണ് ഇത് സത്യമാണെന്ന് തെളിയിക്കുന്നത്. ഫേക്കായിട്ടുള്ള ദർശനങ്ങൾ ലഭിക്കുന്ന ആളുകൾ ഇങ്ങനെ മുട്ടി നിൽക്കും ഇത് ആരോടെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട്. കാരണം അവർക്ക് 4 ആൾ ഇതറിയണം, തനിക്ക് ദർശനങ്ങളും വരങ്ങളൊക്കെ ഉണ്ടെന്ന് ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് ഇത് ലഭിക്കുന്ന ദർശനങ്ങളും വരങ്ങളും എല്ലാവരോടും പറഞ്ഞ് നടക്കും. പക്ഷേ ഈ വിശുദ്ധ ഇത് ആരോടും പറഞ്ഞില്ല എന്നത് തന്നെ ഇത് സത്യമാണ് എന്നുള്ളതിന് തെളിവാണ്. അങ്ങനെ ഈ വിശുദ്ധ പോലും അല്ല ഈ പുസ്തകം എഴുതിയത്. ഈ വിശുദ്ധയുടെ കുമ്പസാരക്കാരനായുള്ള വൈദികൻ്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹത്തിനാണ് ഈ മുഴുവൻ കാര്യങ്ങൾ അറിയുന്നത്. ഈ പുസ്തകങ്ങളൊക്കെ രചിക്കപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ 4 വർഷമാണ് മഠത്തിൽ ഈ വിശുദ്ധ പൂർണ്ണമായിട്ടും കഴിഞ്ഞത്. നിരന്തരം പിശാചുമായിട്ട് വിശുദ്ധയ്ക്ക് എപ്പോഴും പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള പൈശാചിക പീഡകൾ ഈ വിശുദ്ധ നേരിട്ടിരുന്നു എന്നുള്ളതാണ്. ഒരിക്കലും ഒരു രാത്രിയിൽ വിശുദ്ധ തൻ്റെ മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിശാച് അവളെ ബലമായി പിടികൂടുകയും അവളുടെ മുറിയോട് ചേർന്നുള്ള തെരുവിലേക്ക് അഭിമുഖമായി നിൽക്കുന്ന പോർട്ടിക്കോയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവളെ മുടിയിൽ പിടിച്ച് തെരുവിന് മുകളിൽ തൂക്കി നിർത്തി തെരുവിലേക്ക് എറിയുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇങ്ങനെയൊക്കെയാണ്. അപ്പം ആൾക്കാർ കാണുമ്പോഴെന്താ കാണുന്നത്? പിശാചിനെ കാണുന്നില്ല, പക്ഷേ വിശുദ്ധ വായുവിൽ തൂങ്ങി നിൽക്കുന്നതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ചില സമയത്ത് ചില ആൾക്കാരുടെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവളെ പാപത്തിന് പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരിക്കുമായിരുന്നു. പക്ഷെ അതിലൊന്നും വിശുദ്ധ വീടില്ലായിരുന്നു. വേറൊരു രാത്രിയിൽ പിശാച് ഒരു മരിച്ച മനുഷ്യൻ്റെ ശവശരീരം എടുത്ത് ഇവളുടെ മുന്നിൽ കൊണ്ടിട്ടു. ഇതൊരു പക്ഷേ യഥാർത്ഥ ശവശരീരമായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു പിശാച് സ്വീകരിച്ച രൂപമായിരിക്കാം. എന്തു തന്നെയായാലും ഈ ശവശരീരത്തിന് ഭയങ്കര ഗന്ധമായിരുന്നു. അത് നിറയെ പുഴുക്കളും ഉള്ളതായിരുന്നു. ഈ പിശാച് എന്ത് ചെയ്തു? വിശുദ്ധയെ അക്രമാസക്തമായി പിടിച്ച് ഈ അഴുകിയ ശരീരത്തിലേക്ക് എറിഞ്ഞു. എന്നിട്ട് ദേഷ്യത്തോടെ പലതവണ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. പിശാച് പോയ ശേഷം ഈ വിശുദ്ധ എന്ത് ചെയ്തു? തൻ്റെ വസ്ത്രവും ശരീരവും അഴുക്ക് പിടിച്ച് പറ്റിയത് കഴുകാൻ വേണ്ടിയിട്ട് പോയി. എത്ര ശ്രദ്ധയോടെ പലതവണ കഴുകിയിട്ടും ഈ ദുർഗന്ധത്തിൽ നിന്നും മുക്തി നേടാൻ വിശുദ്ധയ്ക്ക് കഴിഞ്ഞില്ല. അത്രമാത്രം ദുർഗന്ധമായിരുന്നു. പിന്നീട് വിശുദ്ധ ഈ ഒരു സംഭവം വിശുദ്ധയുടെ ആമാശയത്തെ ബാധിച്ചു. പിന്നീട് അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ നരകതുല്യമായ ദുർഗന്ധം എപ്പോഴും അവളുടെ ഓർമ്മയിൽ വരുമായിരുന്നു. അപ്പോൾ ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രമാണ് കഴിച്ചിരുന്നത്. ചെറിയ അളവിലുള്ള ഭക്ഷണം, പ്രത്യേകിച്ച് പച്ചക്കറികൾ പോലെയുള്ള ഭക്ഷണങ്ങൾ മാത്രമാണ് വിശുദ്ധ കഴിച്ചിരുന്നത്. വേറൊരു രാത്രിയിൽ വിശുദ്ധയെ പിടിച്ച് അലമാരയുടെ മുകളിൽ സാത്താൻ കൊണ്ടുപോയിട്ട് ഇരുത്തി. അപ്പോൾ വിശുദ്ധ ഈ ഹൈറ്റ് താഴോട്ട് ഇറങ്ങാൻ വേണ്ടി വിശുദ്ധയ്ക്ക് ഭയമാണ്. ഈ ഭയത്തെ പിശാച് പരിഹസിക്കും. ഇങ്ങനെ നമുക്ക് കേട്ടാൽ നമുക്ക് തന്നെ അവിശ്വസനീയമെന്ന് തോന്നുന്ന രീതിയിലാണ് പിശാച് ഇവരെ ഉപദ്രവിച്ചിരുന്നത്. ഒരു ദിവസം ഈ പിശാച് ഈ വിശുദ്ധയുടെ കുമ്പസാരക്കാരൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു,
ഫ്രാൻസിസെ, നിനക്ക് ദൈവം നൽകിയിട്ടുള്ള നരക ദർശനങ്ങളൊക്കെ, വെളിപാടുകളും ദർശനങ്ങളൊക്കെ നീ പറ, ഞാനതൊരു പുസ്തകത്തിൽ എഴുതാം എന്ന് പറഞ്ഞ്, അന്ന് പേനയില്ലല്ലോ, തൂവലും മഷിയും പേപ്പറുമായിട്ടാണ് ഈ പിശാച് വരുന്നത്. പക്ഷേ വിശുദ്ധയ്ക്ക് ആത്മാക്കളെ ഡിസേൺ ചെയ്യാനുള്ള കഴിവുള്ളതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായി ഇത് തൻ്റെ കുംസാരക്കാരനല്ല, ഇത് പിശാചാണെന്നുള്ളത്. അപ്പോൾ വിശുദ്ധ അങ്ങോട്ട് പറഞ്ഞു, ഓക്കെ, എനിക്ക് ലഭിച്ച ദർശനങ്ങളൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നതിന് മുൻപ് നീ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറ. നീ സ്വർഗത്തിലായിരുന്നപ്പോൾ കണ്ട ദിവ്യ അത്ഭുതങ്ങളെക്കുറിച്ചും നിൻ്റെ അഹങ്കാരത്താൽ നിനക്ക് നഷ്ടപ്പെട്ടതും ഇപ്പോൾ നിനക്ക് നിഷേധിക്കപ്പെട്ടതുമായ ദർശനത്തെക്കുറിച്ചും പറയും. അങ്ങനെ ഇതിൽ പിശാചിന് മനസ്സിലായി ഇവിടെ എന്നെ കളിയാക്കുകയാണെന്നുള്ളത്. ഇതിൽ രോഷാകുലനായ പിശാച് അസഹ്യമുള്ള ദുർഗന്ധമുള്ള ഒരു വ്യാളിയായി, ഒരു ഡ്രാഗണായി, അല്ലെങ്കിൽ ഒരു സർപ്പമായിട്ട് മാറി. എന്നിട്ട് വിശുദ്ധയെ പിടിച്ച് ചിലപ്പോൾ ചൂരിലേക്ക് എടുത്തെറിയും, ചിലപ്പോൾ അവളെ വായുവിലേക്ക് എറിയും. ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. വേറെ സമയത്ത് ഈ വിശുദ്ധയെ ചാട്ടവാറ് കൊണ്ട്, തോൽവാറ് കൊണ്ട് ഈ സാധനം അടിക്കുമായിരുന്നു. അപ്പം വിശുദ്ധനെ ആത്മീയ പുത്രിമാർ, ആ കോൺവെൻറ്റിലെ പുത്രിമാർ ഈ മുറിയിൽ നിന്നും ഈ ചാട്ടവാറ് കൊണ്ട് അടിക്കുന്ന ശബ്ദം മാത്രമേ അവർ കേൾക്കുമായിരുന്നുള്ളൂ, കാണാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം പലപ്പോഴും വാതിൽ തുറക്കാൻ പറയുമ്പോഴും വിശുദ്ധ പറയും എനിക്ക് തുറക്കാൻ സാധിക്കില്ല എന്ന വളരെ ശാന്തമായ സ്വരത്തിൽ വിശുദ്ധ പറയുമായിരുന്നു. വേറൊരു ദിവസം രാത്രി സമയത്ത് മനുഷ്യരൂപം ധരിച്ച 2 ദുഷ്ടാത്മാക്കൾ വിശുദ്ധയെ പിടികൂടി വാർഡ്രോബിൻ്റെ മുകളിൽ കൊണ്ടുപോയി അവിടെ നിന്നും താഴേക്ക് വീഴ്ത്തി. ഇത് വലിയൊരു ശബ്ദത്തോടു കൂടിയാണ് വിശുദ്ധ താഴോട്ട് വീണത്. ഭർത്താവ് എഴുന്നേറ്റു, എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ ഭർത്താവ് പേടിക്കാതിരിക്കാൻ വേണ്ടി പുള്ളിക്കാരന് സംതൃപ്തി വരുന്ന രീതിയിലുള്ളൊരു മറുപടിയാണ് കൊടുത്തത്. എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് ഭർത്താവിനോട് പോലും അവർ പറഞ്ഞില്ലായിരുന്നു. പക്ഷേ ഭർത്താവ് പറഞ്ഞത്, ഫ്രാൻസിസെ, വീട് തകർന്നു വീഴുന്ന രീതിയിലുള്ള സൗണ്ടാണ് ഞാൻ കേട്ടതെന്നും. അങ്ങനെ ഇഷ്ടം പോലെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അനുഭവങ്ങളാണ് ഈ വിശുദ്ധയ്ക്ക് ഉണ്ടായത്. ഈ സമയത്താണ് വിശുദ്ധ നരകദർശനം കാണുന്നത്. നരകദർശനവും ഇതുപോലെ ഒരു 3-4 എപ്പിസോഡ് ചെയ്യേണ്ടതാണ്. അപ്പം നരകത്തിൽ പോകുമ്പോൾ ഇവരെ കൂടെയുള്ളത് റഫായൽ മാലാഖയാണ്, വിശുദ്ധ റഫായൽ മാലാഖ, മുഖ്യദൂതനായ വിശുദ്ധ റഫായൽ മാലാഖ. അപ്പം നരകത്തിൻ്റെ വാതിലിൻ്റെ അടുത്തെത്തിയപ്പോഴും അവിടെ എൻട്രൻസിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇത് നരകമാണ്, ഇവിടെ ഇനി പ്രതീക്ഷയില്ല, അന്ത്യമില്ല, ഇവിടെ വിശ്രമമില്ല എന്ന്. അപ്പോൾ നരകം 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അത് ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചതുപോലെയാണുള്ളത്. രണ്ടാമത്തേത് ഒന്നാമത്തേതിനേക്കാൾ വലിയ പീഡനങ്ങളുള്ളതാണ്. മൂന്നാമത്തേത് മറ്റ് രണ്ടിലും ഉള്ളതിനേക്കാൾ എണ്ണമറ്റതും അനന്തവുമായ വലിയ പീഡനങ്ങൾ നിറഞ്ഞ സ്ഥലവുമാണ്. അപ്പോൾ നരകത്തിൻ്റെ സ്ട്രക്ചർ പറയുന്നുണ്ട്, നരകം എങ്ങനെയാണുള്ളതെന്നുള്ളത്. 3 നിലകൾ പോലെയാണുള്ളത്. ഈ 3 നിലകളിലും വിരിഞ്ഞു നിൽക്കുന്നത് പോലെയാണ് ലൂസിഫർ ഉള്ളത്. തല 1ാമത്തെ ഫ്ലോറിൽ, ഉടല് 2ാമത്തെ ഫ്ലോറിൽ, കാലും വാലും 3ാമത്തെ ഫ്ലോറിൽ. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം ഞാനിപ്പം ചിന്തിക്കുകയാണ്, പണ്ടുള്ള മിഡീവൽ പീരീഡ്സിലുള്ള നരകത്തിൻ്റെ ചിത്രങ്ങളിൽ ഇതുപോലെയാണുള്ളത്. ഒരു ഡ്രാഗണിൻ്റെ അല്ലെങ്കിൽ ഒരു ഗോഡ്സില, ഒരു ഡിനോസർ അല്ലെങ്കിൽ ഒരു വ്യാളിയുടെ രൂപത്തിലുള്ള ഒരു പിശാച്, എന്നിട്ട് ഈ തലയുള്ളത് മുകളിൽ. ഇങ്ങനെയാണ് പണ്ടത്തെ നരകത്തിൻ്റെ ചിത്രങ്ങളിൽ ലൂസിഫറിനെ വരച്ച് വെച്ചേക്കുന്നത്. നമ്മൾ സ്ഥിരം കാണുന്ന പോലെ 2 കൊമ്പും വാലും പോലെയല്ല പണ്ടുള്ള ഈ പരമ്പരാഗത ചിത്രങ്ങളിലുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ദർശനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കും അവരിതൊക്കെ വരച്ചിട്ടുള്ളത്. അപ്പം നരകത്തിൽ ഈ പറയുന്ന പോലെ അസഹനീയമായ ശബ്ദമാണ്, എപ്പോഴും കരച്ചിലാണ്, നിലവിളികളാണ്. ഈ പിശാചിൻ്റെ തലയിൽ എത്ര കൊമ്പുകളുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിശാചിൻ്റെ വായിൽ നിന്നും തീ വരുന്നു. ഇങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ് ഉണ്ട്. അതൊന്നും തൽക്കാലം ഞാൻ വായിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. എൻ്റെ ലക്ഷ്യം നരകത്തിൽ ഓരോ പാപവും ചെയ്തവർ അനുഭവിക്കുന്ന പീഡനങ്ങളെപ്പറ്റി പറയുക എന്നുള്ളതാണ്. അത് പറയണമെങ്കിൽ നരകത്തിൻ്റെ ഒരു ഔട്ട് സ്ട്രക്ചർ, ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് മനസ്സിലാവണം എന്നതുകൊണ്ട് മാത്രം ഞാൻ ജസ്റ്റ് ഓടിച്ചിട്ട് വിടുകയാണ്. അതുപോലെ ഇവർ പറയുന്നത് നരകത്തിലും സ്വർഗത്തിലുള്ള അതേ ഹൈറാർക്കിയിലുള്ള മാലാഖമാർ നരകത്തിൽ അതേ ഹൈറാർക്കി കാത്തു സൂക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് മുഖ്യദൂതന്മാർ, നവവൃന്ദം മാലാഖമാർ, കാവൽ മാലാഖമാർ. എങ്ങനെയാണോ നരകത്തിൽ മാലാഖമാരുടെ സ്ട്രക്ചർ ഉള്ളത് അതുപോലെ തന്നെയുള്ളത്. കാരണം പണ്ട് ദൈവമായിട്ട് കലാപം ഉണ്ടായ സമയത്ത് ഈ ദൈവത്തിനോടൊപ്പം ഉണ്ടായിരുന്ന മാലാഖമാരാണല്ലോ സാത്താൻ്റെ പക്ഷം ചേർന്നത്. അപ്പം നമ്മുടെ മുഖ്യദൂതനായ വിശുദ്ധ മിഖായേൽ മാലാഖയൊക്കെ പോലെ അതേപോലെ തന്നെയായിരുന്നു ലൂസിഫറും പണ്ടുണ്ടായിരുന്നത്. അവൻ നരകത്തിൽ ദൈവത്തിനെതിരെ അവൻ സംസാരിച്ചപ്പോൾ അവൻ പിശാചായിട്ട് മാറിയതാണ്. അപ്പോൾ ഇവർക്കുള്ള ഇതേ പവറുകളൊക്കെ തന്നെ ഇവനും ഉണ്ട് എന്നുള്ളത്. പക്ഷെ അവനത് നെഗറ്റീവായിട്ട് തിന്മയ്ക്ക് വേണ്ടിയിട്ട് അവൻ ഉപയോഗിക്കുന്നത് മാത്രം. അപ്പോൾ നമ്മളെ
പൈശാചിക ആക്രമണങ്ങളും സംരക്ഷിക്കാൻ ദൈവം കാവൽമാലാകെയാണ് ദൈവം അയച്ചിരിക്കുന്നത്. അതേ ലെവലിൽപ്പെട്ട സെയിം കാവൽമാലാക തന്നെ, പക്ഷേ പിശാചായിട്ട് മാറി, അല്ലെങ്കിൽ ദുഷ്ടാരൂപിയായിട്ട് മാറി. അപ്പം ആ ദുഷ്ടാരൂപികളെയാണ് ഭൂമിയിലോട്ട് അയച്ചിരിക്കുന്നത്. അപ്പം 3 ടൈപ്പ് പിശാചുകളുണ്ടെന്ന് പറയുന്നുണ്ട്. ഒന്ന്, ഈ നരകത്തിൻ്റെ അന്ധകാര ഗർത്തങ്ങളിൽ കഴിയുന്ന ലൂസിഫറും അവൻ്റെ കൂടെയുള്ള പ്രധാനപ്പെട്ട അവൻ്റെ ഉദ്യോഗസ്ഥർ എന്ന് വേണമെങ്കിൽ പറയാം. ഇവർ വല്ലപ്പോഴും മാത്രമേ നരകത്തിൽ നിന്ന് പുറത്തിറങ്ങിയുള്ളൂ എന്ന് പറയുന്നു. പ്രത്യേകമായി എന്തെങ്കിലും വലിയ ദുരന്തം ഉണ്ടാക്കാനോ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ വമ്പൻ സംഭവങ്ങൾ ചെയ്യാനാണ് ഇവർ നരകത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് എന്ന് വിശുദ്ധ പറയുന്നു. വേറെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെന്ന് പറയുന്നത് അന്തരീക്ഷത്തിലാണ് അവരുള്ളത്. അത് വളരെ വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്, അന്തരീക്ഷത്തിലെ ദുഷ്ടാരൂപികൾ. ദാനിയേലച്ചൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണിത്. ഈ ഓരോ രാജ്യത്തിൻ്റെ മുകളിലും ഈ ദുഷ്ടാരൂപികൾ ഇങ്ങനെയുണ്ട്. അപ്പോൾ സുവിശേഷ പ്രഘോഷണത്തിന് പോകുമ്പോൾ ഈ ദുഷ്ടാരൂപികളെ ബന്ധിച്ചാലേ അവിടെ സുവിശേഷ പ്രഘോഷണം വിജയിക്കത്തുള്ളൂ. ആ രാജ്യങ്ങളിൽ മാത്രമല്ല, ഒരു ഇടവകയിലാണെങ്കിലും ആ പ്രദേശത്താണെങ്കിലും ഇങ്ങനെ ആ ദുഷ്ടാരൂപികൾ അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള ദുഷ്ടാരൂപികളെ പറ്റി പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഭൂമിയിലോട്ട് വിട്ടിട്ടുള്ള, നമ്മളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് അനുവാദം നൽകപ്പെട്ടിട്ടുള്ള ദുഷ്ടാരൂപികൾ. അതിൽപ്പെട്ടതാണ് നമ്മളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് അയക്കുന്ന ദുഷ്ടാരൂപികൾ. അതിൻ്റെ അതേ ലെവലുള്ളതാണ് നമ്മുടെ കാവൽമാലാകന്മാർ. സോ അവർ തമ്മിലാണ് ഫൈറ്റ് ചെയ്യുന്നത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാവൽമാലകിയും നരകത്തിൽപ്പെട്ട ഇതേ ഹൈറാർക്കിപ്പെട്ട പിശാചും നമ്മളെ ആക്രമിക്കുമ്പോൾ ഇവർ രണ്ടുപേരിൽ ആരാണ് വിജയിക്കുന്നതെന്ന് സത്യത്തിൽ തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മൾ ഏത് ഭാഗത്ത് ചേരുന്നോ അവരാണ് വിജയിക്കുന്നത് എന്നുള്ളതാണ് ഈ ഗെയിമിൻ്റെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കാവൽമാലകയ്ക്ക് ഈ പിശാചിനെ നമ്മളെ ഉപദ്രവിച്ച് വീഴ്ത്താൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചു. നമുക്കൊരു ദുശ്ചിന്ത തരുന്നു, നമ്മൾ പാപത്തിലോട്ട് വീഴുന്നില്ല, നമ്മൾ പിടിച്ചു നിൽക്കുന്നു, പലതവണ ഇത് ആവർത്തിക്കുന്നു, നമ്മൾ വീഴുന്നില്ല. അപ്പം വിശുദ്ധ പറയണത് ഇവരപ്പോൾ ഈ അന്തരീക്ഷത്തിലുള്ള ദുഷ്ടാരൂപികളോട് പോയിട്ട് ഉപദേശം തേടും, ഇതെങ്ങനെ ഇവനെ വീഴ്ത്താമെന്നുള്ളത്. അപ്പോൾ ഇവർ വന്ന് ഈ പിശാചുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കും എന്ത് ട്രിക്ക് ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പോഴാണ് ഈ മനുഷ്യൻ ഭയങ്കര വലുതായിട്ട് വീഴുന്നത്. കാരണം ഈശോ പറയുന്നത് പോലെ കൂടുതൽ ദുഷ്ടരായിട്ടുള്ള ആത്മാക്കളെ കൊണ്ടുവന്നിട്ടാണ് ഇവർ നമ്മളെ വീഴ്ത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ അന്ധകാരത്തിന് അടിത്തട്ടിലുള്ള, നരകത്തിന് അടിത്തട്ടിലുള്ള ലൂസിഫറും മറ്റു പ്രധാനപ്പെട്ട പിശാചുക്കളും വളരെ അപൂർവമായിട്ട് മാത്രമേ നരകത്തിൽ നിന്ന് പുറത്തു വരാറുള്ളൂ. അത് പ്രധാനപ്പെട്ട എന്തെങ്കിലും ചെയ്യാനേ വരാറുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഈ ലൂസിഫറിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 പ്രധാനപ്പെട്ട പിശാചുക്കളുണ്ട്. അത് ഒരാളുടെ പേര് അസ്മോദയോസ്, രണ്ടാമത്തെ ആൾ മാമോൻ, മൂന്നാമത്തെ ആൾ ബെൽസെബബ്. 3 പേർക്ക് 3 ദൗത്യമാണ്. ആദ്യത്തെ ആളിൽ മാലകം സ്വർഗത്തിലായിരുന്നപ്പോൾ കെരൂബുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നു, കെരൂബുകൾ. രണ്ടാമത്തെ ആൾ മാമോൻ എന്ന് പറയുന്ന പിശാച്, അവൻ സിംഹാസനങ്ങളുടെ, അതായത് ത്രോൺസ് എന്ന് പറയുന്ന ആ ഗണത്തിൽപ്പെട്ടവനായിരുന്നു. മൂന്നാമത്തെ ആൾ ഡൊമീനിയൻസ് എന്ന് പറയുന്ന വൃന്ദത്തിൽപ്പെട്ടവനായിരുന്നു. ഇതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഇവർ നരകത്തോട്ട് വന്നത്. പക്ഷേ അതേ പവർ അവരവിടെ സൂക്ഷിക്കുന്നു, പക്ഷേ നെഗറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമെന്നുള്ളത്. അപ്പോൾ ഈ ഒന്നാമത്തവൻ, അവൻ്റെ ലക്ഷ്യം, അവനാണ് ജഡിക ഭാവങ്ങൾ വർദ്ധിപ്പിക്കുന്ന വ്യക്തി. ഒരു മനുഷ്യനെ ജഡിക ഭാവത്തോട് വീഴ്ത്താൻ ഇവനെയാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തവൻ ഈ അത്യാഗ്രഹവും അതിലെ പണം, ഇതിനൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മാമോൻ എന്നാണ്. ഇതുകൊണ്ടായിരിക്കാം ഈശോ പറഞ്ഞത് ഒരു ദൈവത്തെയും മാമോനെയും സേവിക്കാൻ സാധിക്കത്തില്ല. അപ്പം മാമോൻ എന്നുള്ളത് ഇവിടെ അത്യാഗ്രഹത്തെയും പണത്തെയും സൂചിപ്പിക്കുന്നു. അങ്ങനെയുള്ള പാവങ്ങൾ വീഴ്ത്തുന്ന ആളുകളെ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് ആ മാമോൻ എന്ന് പറയുന്ന പിശാച് ശ്രമിക്കുന്നത്. മൂന്നാമത്തെ ആൾ വിഗ്രഹാരാധനയും മാന്ത്രിക വിദ്യയും മന്ത്രവാദവും ബ്ലാക്ക് മാജിക്കും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, കെട്ട് വിദ്യകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യനെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ മനുഷ്യനെ വീഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്ന മാലാഖയാണ്. ഇവരാണ് 3 പ്രധാനപ്പെട്ട ആൾക്കാർ. ആരുടെ? ലൂസിഫറിൻ്റെത്. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് പറയുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് പറയുന്നത് ആണ്, നമുക്കറിയാം ഭൂമിയിൽ ഓരോ വ്യക്തിക്കും ഒരു കാവൽമാലാഖിയാണ് ദൈവം അയക്കുന്നത്. വളരെ അപൂർവമായിട്ട് ചില പ്രധാനപ്പെട്ട വ്യക്തികൾക്കൊക്കെ ഒന്നിൽ കൂടുതൽ കാവൽമാലാഖമാരുണ്ടാവാം എന്ന് മരിയ സിമ്മ പറയുന്നുണ്ട്. ചിലപ്പോൾ ചില ബിഷപ്പുമാർക്ക്, ചില വൈദികർക്കൊക്കെ, ചില പ്രത്യേക ശുശ്രൂഷ ചെയ്യുന്ന വൈദികർക്കൊക്കെ അങ്ങനെ ഒന്നിൽ കൂടുതൽ മാലാഖമാരെ ദൈവം ഒരു പ്രൊട്ടക്ഷന് വേണ്ടി കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും കോമൺ ആയിട്ട് ഒരു കാവൽമാലാഖയാണ് നമുക്കുള്ളത്. അതുപോലെ ഈ ലൂസിഫറും നമ്മെ നരകത്തിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ജീവിതകാലം മുഴുവനും നമ്മെ വരമേൽപ്പിക്കുന്നത് ഒരു
പൈശാചിക ദുഷ്ടാരൂപിക്കാണ് ലൂസിഫർ പരമേൽപ്പിക്കുന്നത്. അപ്പം നമുക്ക് കാവൽ മാലാഖ ഉള്ളതുപോലെ തന്നെ ഇവിടെയും ഈ ദുഷ്ടാരൂപി നമ്മുടെ കൂടെ എപ്പോഴും സഞ്ചരിക്കുന്നുണ്ട് നമ്മളെ പാപത്തോട്ട് വീഴ്ത്താൻ വേണ്ടിയിട്ട്. ഇതുകൊണ്ടാണ് നമ്മളെപ്പോഴും മാലാഖയുടെ നമ്മുടെ കാവൽ മാലാഖയുടെ ഹെൽപ്പ് നമ്മൾ ചോദിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിശാച് നമ്മളെ പാപത്തിലോട്ട് വീഴ്ത്താൻ അല്ലെങ്കിൽ നിത്യനരകത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിച്ചില്ലെന്ന് വിചാരിച്ചോ. നമ്മൾ മരിച്ചു, കൃപയിൽ മരിച്ചു, നമ്മൾ സ്വർഗത്തിലോട്ട് പോവാണ് അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് പോവാണ്. ഈ ദുഷ്ടാത്മാവിനെ പിന്നീട് നരകത്തിലുള്ളവർ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ഈ ദൗത്യം പൂർത്തിയാക്കാത്തതിനാൽ നരകത്തിൽ കഠിനമായ പീഡനം ഈ പിശാച് അനുഭവിക്കുന്നു എന്നുമാണ് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ 3 ഗണത്തിൽപ്പെട്ട ആത്മാക്കളുണ്ടല്ലോ, ദുഷ്ടാത്മാക്കൾ, നരകത്തിലും വായുവിലും ഭൂമിയിലുമുള്ളത്. ഇവർ 3 ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്കും നരകപീഡനമുണ്ട്. അവരും നരകത്തിൽ വേദന അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് സ്ഥിരം നരകത്തിലുള്ള ആൾക്കാരാണ്. എങ്കിലും ഭൂമിയിൽ നിന്ന് പുറത്തുള്ള ആൾക്കാരും വേദന അനുഭവിക്കുന്നുണ്ട്, അത് വേറെ രീതിയിലാണെന്ന് മാത്രം. ഇതുകൊണ്ടാണ് പിശാച് ബാധിതന് യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ ഈ പിശാച് പറയുന്നത്, സമയമാകത്തിന് മുൻപേ ഞങ്ങളെ പീഡിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? ദയവ് ചെയ്ത് ഞങ്ങളെ പാതാളത്തിലോട്ട് അയക്കല്ലേ എന്ന് പറയുന്നുണ്ട്. കാരണം പാതാളത്തിൽ പോയാൽ പീഡനം ഏൽക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളെ പന്നിക്കൂട്ടത്തിലോട്ട് അയക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ വിശുദ്ധ പറയുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യനെ നരകത്തിലോട്ട് വീഴ്ത്താൻ പറ്റാതെ തൻ്റെ ദൗത്യം പരാജയപ്പെട്ട് പോകുന്ന ഒരു ദുഷ്ടാത്മാവ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നരകത്തോട്ട് പോയി കഴിയുമ്പോൾ മറ്റ് പിശാചുകൾ ഈ പിശാചിനെ ഉപദ്രവിക്കുന്നു, പീഡിപ്പിക്കുന്നു, പരിഹസിക്കുന്നു, പുച്ഛിക്കുന്നു. പിന്നീട് അടുത്ത ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെ പ്രലോഭിപ്പിക്കാനോ വീഴ്ത്താനോ ഈ ആത്മാവിനെ ലൂസിഫർ നിയോഗിക്കുന്നില്ല. കാരണം ഇവൻ്റെ ഡ്യൂട്ടിയിൽ പരാജയപ്പെട്ടു. പിന്നെ ഈ ദുഷ്ടാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഭൂമിയിൽ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ തിന്മകൾ ചെയ്യുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജനറലായിട്ടുള്ള കുറച്ച് തിന്മകൾ ചെയ്യുക, മൃഗങ്ങളിൽ ആവസിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് ഇവർ ജീവിക്കുന്നു. കാരണം ഇവരുടെ ഡ്യൂട്ടിയിൽ പരാജയപ്പെട്ടു. എന്നാൽ ഒരു മനുഷ്യനെ നരകത്തിൽ കൊണ്ടുപോയി വിജയിച്ച ഒരു പിശാചാണെങ്കിൽ ലൂസിഫർ എന്ത് ചെയ്യുന്നു? അവന് വീണ്ടും അടുത്ത മനുഷ്യനെ പ്രലോഭിപ്പിക്കാനുള്ള അടുത്ത ദൗത്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ നേരത്തെ പറഞ്ഞ പരാജയപ്പെട്ട ആത്മാവ് പന്നിയിൽ പോയതുപോലെ, മൃഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന പോലെയാണ് യേശു ഒരു പിശാചിനെ പുറത്താക്കാൻ പോയപ്പോൾ ആ പിശാച് പറയുന്നത്, ഞങ്ങളെ പാതാളത്തിലോട്ട് അയക്കരുത്, പന്നിക്കൂട്ടത്തോട് പോകാൻ പറയണമെന്ന്. അങ്ങനെ പന്നിക്കൂട്ടത്തോട് പോയി കഴിഞ്ഞപ്പോൾ ഈ പന്നിക്കൂട്ടം കടലിൽ ചാടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എക്സോസിസ്റ്റുകൾ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഈ പിശാച് ബാധിച്ചിട്ടുള്ള ആളുകൾക്ക് ശരീരത്തിൽ അസഹനീയമായ ചൂട് അനുഭവപ്പെടും. അപ്പോൾ പന്നികൾക്ക് ഈ ചൂട് അനുഭവപ്പെട്ട് കഴിഞ്ഞപ്പോൾ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കടലിലെടുത്ത് ചാടിയത്. അങ്ങനെ പന്നികളെല്ലാം ചത്തുപോയി. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ഷൻ നമുക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനെ വളരെ രസകരമായിട്ടുള്ളതും അതേസമയം നമുക്ക് പുതിയ അറിവുകൾ തരുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത്. മറ്റൊന്ന് പറയുന്നത്, ഈ അന്തരീക്ഷത്തിലുള്ള ദുഷ്ടാരൂപികളാണ് പലപ്പോഴും മഴ, കാറ്റ്, കൊടുങ്കാറ്റ്, ആലിപ്പഴ വർഷം എന്നിവയൊക്കെ ഉണ്ടാക്കി മനുഷ്യനെ അസ്വസ്ഥനാക്കുന്നത്, അങ്ങനെ ദുർബലരാക്കിയിട്ട് ദൈവത്തിനെതിരെ അല്ലെങ്കിൽ ദൈവപരിപാലനയിലുള്ള മനുഷ്യരുടെ വിശ്വാസം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെയാണ് ചില പ്രളയങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് കൂടുതൽ അകന്നു പോകുന്നു. ഓക്കെ, അപ്പോൾ അതിനൊക്കെ കാരണക്കാരൻ ഈ അന്തരീക്ഷത്തിലെ ദുഷ്ടാത്മാക്കളാണെന്ന് പറയുന്നു. അങ്ങനെ ഇത് ഇൻട്രൊഡക്ഷനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പിശാചുക്കളുടെ ഡ്യൂട്ടിയെ പറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ഇതിനടുത്ത് പറയുന്നുണ്ട്. പിന്നെ പറയുന്നൊരു കാര്യം ലിംബോയെക്കുറിച്ചാണ്. ലിംബോ. അപ്പോൾ ഇതിനകത്ത് പറയുന്നു, നരകത്തിൻ്റെ കവാടത്തിന് സമീപം ലിംബോ എന്ന് വിളിക്കപ്പെടുന്ന ഒരിടത്ത് ഈ വിശുദ്ധ പോയി. അപ്പോൾ പഴയ നിയമകാലത്ത് വിശുദ്ധരെ താമസിപ്പിച്ചിരുന്നത് ഈ സ്ഥലത്താണ്. നമ്മൾ വാഴ്ത്തപ്പെട്ട ആൻകാന്തന ദർശനങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈശോ പാതാളത്തിലോട്ട് ഇറങ്ങി 3 ദിവസം എടുത്ത് ഉയർക്കാൻ വേണ്ടിയിട്ട്. ആ 3 ദിവസം ഈശോ ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രഘോഷിക്കുകയായിരുന്നു പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈശോ ഈ പാതാളത്തിൽ ഇറങ്ങിയപ്പോൾ ഈ അബ്രഹാമും മോശയും അങ്ങനെയുള്ള യേശുവിൻ്റെ കുരിശുമരണത്തിന് മുൻപ് മരിച്ചിട്ടുള്ള നീതിമാന്മാർ ഈ സ്ഥലത്ത് വസിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ യേശു പാതാളത്തിൽ ഇറങ്ങി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സ്ഥലത്ത് പീഡനങ്ങളൊന്നുമില്ല. ഈ പറയുന്ന നരകത്തിലെ പോലെ തീയോ പാമ്പോ തണുപ്പോ അങ്ങനെയുള്ള ദുർഗന്ധങ്ങളൊന്നും ഈ ലിംബോയിലില്ല. ആകെയുള്ളത് ദൈവ സാന്നിധ്യമില്ല, ഇരുട്ട് മാത്രമേ ഉള്ളൂ. ആ ഇരുട്ടിൻ്റെ ഒരു ശിക്ഷ മാത്രമേ അവിടെയുള്ളൂ, അത് താൽക്കാലികമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് നമുക്കറിയാം, ഈശോ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ പൂർവ്വപിതാക്കന്മാരെയെല്ലാം ഈശോ സ്വർഗത്തിലോട്ട് കൊണ്ടുപോയി. ആ കൊണ്ടുപോകുന്ന സമയത്താണ്
ഈ മരിച്ചവരുടെ ശവശരീരങ്ങൾ തുറക്കപ്പെട്ട് വിശുദ്ധർ ജെറുസലേമിലുടനീളം പ്രത്യക്ഷപ്പെട്ട് യേശുവിന് സാക്ഷ്യം നൽകിയതെന്ന് ബൈബിൾ പറയുന്നുണ്ട്. പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു എന്ന് നമ്മൾ കുരിശിൻ്റെ വഴി പ്രാർത്ഥിക്കുന്ന ആ ഭാഗം. അപ്പോൾ എന്നാൽ പിന്നെ ഈശോ കുരിശിൽ മരിച്ചു കഴിഞ്ഞു. ഈശോ കുരിശിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആത്മാക്കൾ പോകേണ്ടത് സ്വർഗ്ഗത്തിലോ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തോ ഇതിലേതെങ്കിലും ഒന്നിലാണ് ഒരു വ്യക്തി മരിച്ചുടനെ പോകുന്നത്. ഇത് യേശുവിൻ്റെ കുരിശുമരണത്തിന് മുൻപ് ഈ നീതിമാന്മാരെ വസിച്ചിരുന്ന സ്ഥലമാണ്. കാരണം പർദീസ അന്ന് അടക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി യേശു കുരിശിൽ മരിച്ചു കഴിഞ്ഞാൽ ഇത് തുറക്കപ്പെടുകയുള്ളൂ. അപ്പോൾ തുറക്കപ്പെടുന്നതിന് മുൻപ് നീതിമാന്മാർ വസിച്ചിരുന്ന സ്ഥലമാണിത്. അപ്പം വിശുദ്ധ പറയണത്, എന്നിരുന്നാലും മാമോദീസ സ്വീകരിക്കാത്ത കുഞ്ഞുമക്കൾ, നമുക്കറിയാം അവർക്ക് പ്രവൃത്തി വഴിയുള്ള പാപമില്ല, ഉത്ഭവ പാപമേ ഉള്ളൂ, നരകത്തിലൂടെ ഒരിക്കലും നല്ലാൻ പറ്റത്തില്ല. എന്നാൽ എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തത്തില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ മാമോദീസ സ്വീകരിക്കാതെ ഈ കുഞ്ഞുങ്ങൾക്ക് സ്വർഗ്ഗരാജ്യത്തെ പ്രവേശിക്കാനും സാധിക്കത്തില്ല. സോ പീഡനങ്ങളൊന്നുമില്ലാത്ത ഈ സ്ഥലത്ത് കുഞ്ഞുങ്ങളെ വെച്ചിരിക്കുന്നു. അപ്പം ഫാദർ തോമസ് വാഴച്ചാരിക്കൽ അച്ഛനെ പോലുള്ള വൈദികരൊക്കെ ഈ സ്പിരിച്വൽ ബാപ്റ്റിസം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ പണ്ട് നമ്മൾ അറിയുകയാണ്, നമ്മുടെ പൂർവികർ ഇങ്ങനെ ഉദരത്തിൽ വെച്ചിട്ട് നശിപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ പേരിട്ട് ഒരു സ്പിരിച്വൽ മാമോദീസ കൊടുക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ചില ഫേമസ് ആയിട്ടുള്ള വൈദികരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇത് ഈ മാമോദീസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഈ ലിംബോ എന്ന് പറയുന്നത്. അപ്പോൾ വിശുദ്ധ പറയുകയാണ്, ഈ ലിംബോ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏറ്റവും ഉയർന്ന ഭാഗം ജ്ഞാനസ്നാനം കൂടാതെ മരിച്ച ക്രൈസ്തവരുടെ മക്കൾ ഇവിടെയാണ് കഴിയുന്നത്. മാതാപിതാക്കൾ ക്രൈസ്തവരാണ്, പക്ഷേ കുഞ്ഞുങ്ങൾ മാമോദീസ ലഭിക്കുന്നതിന് മുൻപേ മരിച്ചു. അവരാണ് ഉയർന്ന തലത്തിലുള്ളത്. മിഡിൽ ഭാഗത്തുള്ളത് ചെറുപ്രായത്തിൽ മരിക്കുകയും ഇനിയും തെറ്റുകൾ ചെയ്യാത്തവരുമായ യഹൂദരുടെ കുട്ടികൾ ഇവിടെയാണ് കഴിയുന്നത്. എന്നിരുന്നാലും ക്രൈസ്തവർക്ക് ജനിച്ച കുട്ടികളെക്കാൾ കടുപ്പമേറിയ ഇരുട്ടാണ് ഈ കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്, വിജാതീയർ അല്ലെങ്കിൽ യേശുവിനെ അറിയാത്ത ആളുകൾക്ക് യേശുവിൻ്റെ പ്രകാശം കാണാൻ സാധിക്കാത്തതിനാലുള്ള ഇരുട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ താഴ്ന്ന ഭാഗത്തുള്ളത് ജ്ഞാനസ്നാനം കൂടാതെ മരിച്ചവരും എന്നാൽ തലതൊട്ടപ്പന്മാരുടെയോ സന്യാസികളുടെയോ കന്യാസ്ത്രീകളുടെയോ അല്ലെങ്കിൽ പുരോഹിതർ, ബ്രഹ്മചര്യം വ്രതമെടുത്ത പുരുഷന്മാർ അല്ലെങ്കിൽ അങ്ങനെ ബ്രഹ്മചര്യ വ്രതമെടുത്ത സ്ത്രീകൾ എന്നിവരുടെ അവിഹിത ബന്ധങ്ങളിൽ നിന്ന് ജനിച്ച കുട്ടികളാണ് ഈ താഴ്ന്ന ഭാഗത്തുള്ള ലിംബോയിലുള്ളത്. ഈ സ്ഥലത്ത് ഇരുട്ട് ലിംബോയിലെ മറ്റ് 2 തലങ്ങളെക്കാളും ഇരുട്ട് അവിടെ കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വചനം പറയുന്നുണ്ട്, ഇങ്ങനെ വ്യഭിചാരത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളുടെ പറ്റിയിട്ടൊക്കെ വചനത്തിലും പറയുന്നുണ്ട്, ആ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നൊക്കെ പറയുന്നുണ്ട്. സോ എന്നിരുന്നാലും ഈ കുഞ്ഞുങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നതിനാൽ തന്നെ ആരെങ്കിലുമൊക്കെ മാമോദീസ സ്വീകരിച്ചാൽ ഇവരെ സ്വർഗത്തിലോട്ട് കയറിപ്പോകും. അപ്പോൾ ഇങ്ങനെയാണ് ലിംബോയിൽ കുഞ്ഞുങ്ങളുടെ വാസസ്ഥലം നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. ആണ് ഭൂമിയിൽ മനുഷ്യർ ചെയ്ത ഓരോ പാപങ്ങൾക്കുമുള്ള ശിക്ഷകൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒത്തിരി സമയമായി, ഇത് അടുത്ത ഭാഗത്ത് നമുക്ക് കാണാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിട്ടെന്നേ ഉള്ളൂ. 5 ചാപ്റ്റർ കഴിഞ്ഞു. അത് 5 ചാപ്റ്റർ എടുക്കാൻ ഒരു 10 എപ്പിസോഡെങ്കിലും വേണം, അത്രമാത്രം ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അത് വായിച്ച് തന്നെ മനസ്സിലാക്കിയാലേ മനസ്സിലാവുകയുള്ളൂ. ഒരു തവണ വായിച്ചാലേ മനസ്സിലാകത്തില്ല, ഒരു 3 തവണയെങ്കിലും വായിച്ചാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അത് ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ നമ്മുടെ പഴയ ഒരു മലയാളത്തിൻ്റെയൊക്കെ ഒരു ഇതിലോട്ട് വരും, ഒരു ശൈലിയിലൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് തവണ വായിച്ച് ധ്യാനിക്കേണ്ട ഒരു സംഭവമാണ് ഇത്. ഞാനതുകൊണ്ട് ഇതിൻ്റെ ജസ്റ്റ് ഒരു സമ്മറി പോലെ ഈ 5 ചാപ്റ്റേഴ്സും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 6ാമത്തെ ചാപ്റ്റർ മുതൽ, അതായത് ഓരോ പാവങ്ങൾക്കുള്ള ശിക്ഷകൾ, അത് ഞാൻ വ്യക്തമായിട്ട് ഇതിൽ നിന്ന് വായിച്ചിട്ട് തന്നെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം പുസ്തകം റെഡിയാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. സോ പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലാന തോമിനിസ്തേക്കും ബെനഡിക്താത്തു ഇൻ മുളിയരിപ്പൂസ് എഡ് ബെനഡിക്തൂസ് ഫ്രുക്തൂസ് വെന്ത്രീസ് തു യേസൂസ് സാങ്താ മരിയ മാതർ ദൈ ഓരാ പ്രോനോബിസ് പെക്കാത്തോരിബൂസ് മുങ്കേത്തിനോര മോർത്തിസ് നോസ്ത്രേ ആമേൻ വിവ ക്രിസ്റ്റോറെ.